ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ നരകത്തിന് അവകാശപ്പെട്ട ഒരു മനുഷ്യന്റെ കാലിലേക്ക് അണിയിക്കപ്പെടുകയാണ്. ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നത്, നരകത്തിന് അർഹതപ്പെട്ട മനുഷ്യന്റെ 2 കാലുകളിലേക്ക് നരകത്തിന്റെ കനൽക്കട്ടകളായ തീക്കട്ടകളായ കനലുകളെ കൊണ്ട് കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ കൊണ്ടുവന്ന് അണിയിക്കുകയാണ്. ആ 2 ചെരുപ്പിന്റെ ഗാംഭീര്യത കൊണ്ട്, അതിന്റെ വീര്യം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് ആ ചെരുപ്പ് ധരിച്ച മനുഷ്യന്റെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉരുകി ഒലിച്ചു പോകും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ 2ാമത്തെ കവാടത്തിലൂടെ കടന്നുപോകുന്ന സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്ത സഹോദരങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത്. 3ാമത്തെ നരകം, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമദിൻ മുമദ്ദദാ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണ് ഹുതമയിൽ കടന്നു പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് കരുണക്കടലാര പടച്ചുറമ്പുരാൻ ആ ഹുതമയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചഴക്കപ്പെടും, വലിച്ചെറിയപ്പെടും, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളെ വമാ അദ്റാക മൽ ഹുതമ. നരകത്തിന്റെ 3ാമത്തെ കവാടമായ ഹുതമ അത് എന്താണെന്ന് നബിയെ അവിടത്തേക്കറിയുമോ? ഹുതമ എന്തൊരു നരകമാ, അതിലെരിയുമേ കഥ കഴിയുമേ, എരിയും രസതത് വീണ്ടും കോടിടും, മുറിഞ്ഞിടാതമൽ ചെയ്യണേ അറിയണേ, നരനരകമിൻ്റെ ഇടറകളെയും തുറക്കുമേ കടക്കുമേ, അതിലെരിയുമേ നിങ്ങൾ ഔവലതിൽ ജഹന്നമേ. നബിയേ, നരകത്തിന്റെ 3ാമത്തെ കവാടമാകുന്ന ഹുതമയുണ്ടല്ലോ, ആ ഹുതമ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആ ഹുതമയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ആ തീയിൽ ഒരൽപ്പം പോലും അണഞ്ഞിട്ടില്ല നബിയേ. ആ തീയിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. ആളി പടർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ, പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഹുതമ എന്ന് പറയുന്ന നരകത്തിന്റെ 3ാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിന്ന് ഒരൽപ്പം പോലും ചോർന്നു പോയിട്ടില്ല നബിയേ. ആരാണതിൽ കിടക്കുന്നത്? സൂറത്തുൽ ഹുമസ പരിശോധിക്കുമ്പോൾ അതിന്റെ അവസാനമാണ് ഹുതമയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ആയത്ത്. അതിന്റെ ആദ്യം പറയുന്നുണ്ട്, ആരാണ് ഹുതമയ്ക്ക് അർഹതപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. വൈലുല്ലി വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ. കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും, പരസ്പരം പരിഹസിക്കുന്നവരും കുത്തി സംസാരിക്കുന്നവരും കളിയാക്കുന്നവരുമാണ്. അവരാണ് ഏറ്റവും വൃത്തിഹീനമായ നരകത്തിന്റെ 3ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ, അഥവാ നാവിനെ സൂക്ഷിക്കാത്തവർ. ഇലക്ഷനൊക്കെ വരികയാണ്. ഏതൊക്കെ മോഡലിലാണ്? നല്ല മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ മോഡലിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പാട്ടെഴുതുക. ഞാന് പെരുമ്പാവൂർ ഒരു അതിന് പോയപ്പോ എടപ്പാൾ ബാബു എന്ന് പറയുന്നൊരു
ഒരു പാട്ടുകാരനുണ്ട്. അയാളുടെ ഒരു പാട്ട് കേട്ടു. ആ പാട്ടിനെ തിരിച്ചിട്ട് അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പാടുന്നതും കേട്ടു. എടപ്പാള് ബാബു ആദ്യം പാടിയ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. ഞാൻ എൻ്റെ റസൂലിനെ കനവിൽ കണ്ടേ, ഞാൻ എൻ്റെ നബീനെ നിനവിൽ കണ്ടേ. ഇത് മനോഹരമായ പാട്ടാണ്. പ്രവാചക പ്രേമികൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വലിയ രസമാണ്. ഇതിനെ തിരിച്ചിട്ടിട്ട് പാടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിൽ, തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പാടുക. നമുക്ക് ഒരു അല്പം പോലും വിശ്വാസത്തിന്റെ കണുക ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളൊന്നും അത് ചെയ്യരുത്. ആ നമുക്ക് ചേർന്ന പരിപാടിയല്ല. അള്ളാഹു കാക്കട്ടെ. അതുപോലെ ഫസാദ് പറയലും ഇബത്ത് പറയലും മറ്റുള്ളവരെ കളിയാക്കലും കുറ്റപ്പെടുത്തലും, അങ്ങനെ നാവ് കൊണ്ട് അള്ളാഹു സംസാരശേഷി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യമായ രീതിയിലൂടെ ശബ്ദം ചെലവഴിക്കുന്ന വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്നത് നരകത്തിന്റെ 3ാമത്തെ കവാടമാണ്. സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് വളഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുന്നവരെ, മതിലിന്റെ പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള സഹോദരിയെ മാടി വിളിച്ചുകൊണ്ട് നൂറുകണക്കാറ് ഫസാദ് പറയുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നാവുണ്ടല്ലോ, ആ നാവ് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വകുനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആവുകയും ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര പേരോട് നമ്മുടെ ഈ നാവ് കൊണ്ട് എത്ര പേരെ കളിയാക്കി, എത്ര പേരെ പരിഹസിച്ചു. തമാശ പറയാം, പക്ഷെ അതിന് ചില അതിർവരമ്പുകളും പരിധികളും ഉണ്ട്. നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു, സഹാബികൾ തമാശ നബിതങ്ങളോട് പറഞ്ഞിരുന്നു, ഭാര്യമാരോട് നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്ന തമാശയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരു ഭർത്താവ് പറഞ്ഞത്, ഉസ്താദേ ഭാര്യ എന്നെ പിച്ചാത്തിയുടെ ഈ ഇത് പിടിയുണ്ടല്ലോ അത് വെച്ച് ഇവിടെ നെഞ്ചിൽ ഇടിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ കാരണം? അപ്പൊ ആ ഭർത്താവ് പറഞ്ഞത്, തമാശയൊക്കെ പറയുന്നത് നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് തമാശ പറഞ്ഞു നോക്കിയതാ. എന്താ പറഞ്ഞെന്നറിയോ? ആ ഭാര്യയുടെ വാപ്പ ചെറിയ മുണ്ടലുള്ള ആളാ. അപ്പൊ ഭാര്യയുടെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ ഇങ്ങനെ കണക്കോ കണക്കോ എന്നല്ലേ നടക്കുന്നത് കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യക്കറിയാം തന്റെ പിതാവ് തനിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും തന്റെ പിതാവ് തനിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഈ പ്രിയപ്പെട്ടവൾക്കറിയാം. അതുകൊണ്ട് ഭർത്താവ് കളിയാക്കിയപ്പോ സഹിച്ചില്ല, കയ്യിലിരുന്ന പിച്ചാത്തിയുടെ മൂട് കൊണ്ട് ഇടിച്ചു കയറ്റി കൊടുത്തു. നമ്മളും തമാശ പറഞ്ഞു ഭാര്യ ചിരിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൂടെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശയാവരുത് നമ്മൾ പറയാനുള്ളത്. ഇന്ന് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ടിൻഡു മോൻ കോമഡി. ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ഉണ്ട്, ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ടിൻഡു മോന്റെ കോമഡി ഇല്ലാതില്ല. ഇതൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ ആദ്യം തന്റെ 16ഉം 17ഉം വയസ്സായ പെൺകുട്ടികൾക്ക് ആദ്യം ടിൻഡു മോന്റെ കോമഡി അയച്ചു കൊടുത്തിട്ടാണ് അവസാനം അതിനകത്തൂടെ എന്തെങ്കിലും സെക്സ് വാക്കുകളൊക്കെ കയറ്റി വിടുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചതുപോലെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള ആള് തന്നെ എന്ന് പറഞ്ഞാണ് വീണ്ടും പിന്നെ പ്രണയത്തിലേക്കും അടുപ്പത്തിലേക്കൊക്കെ വരുന്നത് ടിൻഡു മോനിലൂടെയാണ്. അതുപോലെ വേറെയും ഒരുപാട് തമാശയെന്ന് നിങ്ങൾ കരുതും. രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മെസ്സേജ് വരും, മെത്ത കുടഞ്ഞിട്ടാണോ കിടക്കുന്നത്, മെത്തയുടെ അടിയിൽ വിഷസർപ്പം കയറിയിരിക്കുകയാണെങ്കിൽ 1 മണിക്കാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മെത്ത എടുത്ത് കുടയും, മെത്തേടെ മണ്ടേ കുഞ്ഞു കിടക്കായിരുന്നു, കുഞ്ഞു തറയിൽ വന്ന് വീഴും. അതുപോലെ ഫാനോ, ഈ ഫാൻ അഴിഞ്ഞ് നിന്റെ മണ്ടയിലോട്ട് വീണാനുള്ള രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയ മെസ്സേജ് വരിക രാത്രി അപാതിരാ സമയത്ത്. ഇതൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന മെസ്സേജുകളാ, അയാളെ ഉറക്കം കെടുത്തുന്ന. ഇതൊക്കെ തമാശയാണെന്ന് നമ്മൾ കരുതരുത്. ഇതൊക്കെയാണ് വലിയ തമാശ എന്നാണ് നമ്മിൽ പലരും കരുതിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ ചിന്തിക്കണം. നല്ല നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ തമാശകളുണ്ട്. അള്ളാന്റെ ഹബീബ്, സഹാബികൾ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനപ്പുറം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാൻ പാടില്ല. അതുപോലെ കളിയാക്കലും വസാദ് പറയലും ഈവത്ത് പറയലും നാവിനെ സൂക്ഷിക്കണം. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്ന് കറങ്ങി നടക്കുമ്പോൾ ഇശാ നിസ്കാരത്തിന്റെ ബാങ്ക് വരെയുള്ള സമയം
നാടിലുള്ള എത്രയോ കാര്യങ്ങളാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്. കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ് വീഡിയോ ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച, നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച, ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വീഡിയോ അങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാറക്കല്ല് ഓതന ഉസ്താദിനെ കൊതു ഓടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് ഊതി വിട്ടു കൊടുക്കും. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ്. ഇശാനിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ലൈറ്റ് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇതുപോലെ ഫസാദും മൈബത്തും പറഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലുക. സഹോദരിമാരോ, രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത്. ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ. രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ്. നാവിനെ സൂക്ഷിക്കണേ, നാവിനെ സംരക്ഷിക്കണേ. മോശമായത് പറഞ്ഞുകൊണ്ട്, നാവ് കൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചിറക്കല്ലേ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആ നാവ് കൊണ്ട് നമുക്ക് മനോഹരമായ ദിക്റുകൾ ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്ര സലാത്ത് ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് ഖുർആൻ ഓതാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അല്ലാഹു നാവിനെ സൂക്ഷിക്കാൻ, നാവിനെ സംരക്ഷിക്കാൻ കരുണക്കടലാറ പടച്ചതമ്പുരാ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ സംരക്ഷിക്കലാണ്. നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവര് അവര് നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ്, കളിയാക്കുന്നവരാണ്. നാലാമത്തതോ, നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹു സഈർ. സഈർ എന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര്. ഈ സഈർ എന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല, ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ്. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ട് വിഭാഗമാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ വയഹ്ദീഹി ഇലാ അദാബി സഈർ. സഈർ എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നു പോകുന്ന വിഭാഗം ഒന്നാമത്തെ വിഭാഗമാരാണ്? പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ്. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആര് പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നുവോ വഅന്നഹു യുദില്ലുഹു, അവനവരെ വഴിപിഴപ്പിക്കുന്നതാണ്. മാത്രമല്ല വയഹ്ദീഹി ഇലാ അദാബി സഈർ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്, സഈറിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്. പിശാചിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് വിശ്വാസികളുടെ സന്തത സഹചാരിയായി മാറുന്നത് കൊണ്ടാണ്. ഒന്നാമത് പിശാച് എപ്പോഴാണ് കടന്നു വരുന്നത്? ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാച് ഓടി ഒളിക്കുന്നതാണ്. രണ്ടാമതെപ്പോഴാണ് പിശാച് ഓടി ഒളിക്കുന്നത്? ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം 10 പിശാച് പിറന്നു വീടുമെന്നാണ്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാർ ഏറ്റവും വേണ്ടപ്പെട്ടവരോ വന്ന് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു
അക്ബർ എന്ന ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാച് ഓടി ഒളിക്കുമെന്നാണ്. എന്നിട്ട് ആ പിശാച് ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ്. ആദ്യം മുതൽ തന്നെ പിശാച് നടത്തി മനുഷ്യപിതാവായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സംഭവം നല്ലതുപോലെ അറിയാം. നാഗപ്പതിയില്ലാതെ നബീനല്ല പടച്ചാണ്, ഏക പഴം തിന്നരുതെന്നറിയോനറിയിച്ചാണ്. അന്നേ പീറകെ മല്ലൂനവിടന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴ നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത്, കണ്ണിലുള്ള കനീവൊക്കെയിലും മികജാതിയാണ്. ഇതിനാദരയുമയാദരാൽ മടിക്കാതെ എന്നുമേ പാടി അമ്മുശീല്ലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചത് കോടി ചിന്നവ സങ്കല സങ്കര് ചുങ്കിയും ചങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തിന് കത്തനമായി തിരുമിത്തരുമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആരം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കുകൾ മുക്കിയ മക്കനകർക്കതിരിക്ക ഹബീബുള്ള. എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ? ഇന്നെല്ലാം കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണെ, റാത്തീവിൽ ഇങ്ങനെ ആടണ കണക്കാണ്. ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പ ആരും വരെ ഇശാംസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ. പെട്രോമാന്റെ മെസ്സേജ് ഓടി പോവില്ല, ഒരു ഓടുക. അതാണ് ഏറ്റവും നല്ല മുഞ്ചുള്ള പാട്ടെന്ന്. ഇത് ബോയിൻകുട്ടി വൈദ്യർ എഴുതിയത് വെറുതെ അല്ല. ഇതിന്റെ 4 വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി. അല്ല വെറുതെ കത്തിരി മുത്തിരി എന്ന് പറഞ്ഞതല്ല. ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പിശാച് ഒന്നാമത്തെ ശ്രമം നടത്തിയില്ലേ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? വിശദീകരിക്കുന്നില്ല. അവിടെ മുതൽ ഇബ്ലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാബത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാച് നരകവുമായി? അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാച് നടന്നില്ലേ? ഇന്ന് നമ്മോടൊപ്പവുമില്ലേ? നമ്മോടൊപ്പവുമുണ്ട്. 17കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല രൂപത്തിലും കോലത്തിലും വന്ന് മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനല് കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവിനോട് എപ്പോഴും കാവല് തേടണം. എന്നാലും പാടാണ്. ഒരു ദിവസം ഒരാള് രാവിലെ 100 പ്രാവശ്യം, രാത്രി 100 പ്രാവശ്യം. രാവിലെ 100 രാത്രി 100 2 പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക. അയാള് ഒരു മതിലിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബ്ലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ, ഇത് വേഷമൊക്കെ മാറി നല്ല ദാടിയും തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്നൊന്ന് മാറിക്കിടക്കണമെന്ന്. അയാൾ ചോദിച്ചു അതെന്താ? നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അയാൾ മാറിക്കിടന്നിട്ട് മതിലിടിഞ്ഞു വീണു. അപ്പൊ ഈ കിടന്നയാള് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ കൊച്ചല്ല ആണെന്ന് തോന്നുകയാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഇരട്ട പേരിട്ട് പറയും, കരുനാക്കൊക്കെ ഉള്ളവരെ നീ കൊച്ചല്ല ആടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കൊച്ചല്ല. അയാൾ പറഞ്ഞു ഞാൻ കൊച്ചല്ല എന്നുമല്ല. ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് 200 പ്രാവശ്യമാണ് നീ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. ഞാൻ സാക്ഷാൽ ഇബ്ലീസ് ആണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാള് ചോദിച്ചു, ഇബ്ലീസേ അളയാ നീ സെറ്റപ്പായി, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, നീ ഇപ്പൊ നല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെന്ന് തോന്നുന്നു, എന്നെ സന്തോഷമായിട്ട് മാറ്റിക്കിടത്തി. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, എടാ പായ ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല. ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട, മാറിക്കിടന്നോ. 200 പ്രാവശ്യം കാവല് ചോദിച്ച ആളാ ഓസിന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തി. അപ്പൊ നമ്മളോ ഒരു ദിവസം നമുക്കൊരു 10 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പറ്റും. പിശാചിന്റെ കാവലിന് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ ആയത്തുൽ ഖുർസി പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ്. +2 പഠിക്കുന്ന പരീക്ഷയാറ് പ്രിയപ്പെട്ട പെങ്ങളെ,
ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പിശാചിന്റെ ബാധയാണ്, നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലവേദനയാണ്, തലചൊറിച്ചിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും വേണ്ട, പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഉമ്മ പറയും അപ്പുറത്തെ സൈനബ ചെയ്ത പണിയാ, എന്റെ മോക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ, അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന. ശൈത്താൻ തലേക്കേതിന്റെ ഒന്നാമത്തെ ആളെ താത്തമാര് യാസീൻ ഓതുമ്പോ കാണാം, കിബിലയിലേക്ക് കാല് നീട്ടിയിരുന്ന് യാസീൻ ബുക്ക് എടുത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഒരു മുബീൻ തീരുമ്പോ 10 പേര് ഷഹീദാവും. ഇതെന്ത് യാസീൻ ഓതല, ആരെ ബോധ്യപ്പെടുത്താനാ? അപ്പൊ ഇത് പിശാച് തലേ കയറിന്റെ അടയാളമാ. ഒന്നിനും ഒരു ബോധവുമില്ല. യാസീൻ ബുക്കാണ് ഓലക്ക് തവണ കയ്യിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെന്താ? പിശാചു വരച്ച വരയിൽ മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റൂ. ഒരിക്കൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ കണ്ടു. പിശാചിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശൈത്താനെ നിന്നെ ഞാൻ വിടൂല, ശപിക്കപ്പെട്ടവനാര ഇബ്ലീസ്, നിന്നെ ഞാൻ വിടൂലടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനെ പിടിച്ചു വെക്കുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാ മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമായ ഇൽമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു തരാൻ പോകുന്നത്? ആ സമയത്താണ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോട് വാളു പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു. ചേകന്നൂർ ആരായിരുന്നു? ചേകന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല. പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി. കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു. നിസ്കാരം 3 വഖത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട് ചേകന്നൂരിന്റെ ആൾക്കാർ 3 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഗുരുത്വവും പൊരുത്തവുമാണ് അറിവ് ഉപയോഗപ്പെടുന്നത്, അറിവ് നാഫിയാകുന്നതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു മഹലിൽ സേവനം ചെയ്താൽ അവസാനം കിട്ടുന്നത് എന്താണ്? മതിലൊട്ടിക്കുന്ന കുറെ നോട്ടീസുകളാണ്. 2 കൊല്ലം ഉസ്താദ് മാറിപ്പോകുമ്പം ഇബ്രാഹിക്കാരെ മോള് അവിച്ച ജാമും കൊണ്ടുവരുമായിരുന്നു, സുലൈമാൻ കാക്കാരെ മോള് പുളിമുളകും കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. 2 കൊല്ലം ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു. അന്ന് മൊയിലാരെ ഊറ്റി എടുക്കുക എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. അപ്പോ അത് ഉസ്താദുമാരാ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളൊരു മഹലിൽ ഇരിക്കുമ്പോ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാം, ഒരു മഹലിൽ ഞാനോ നിങ്ങളോ ഖതീബായിട്ട് കയറിയാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ. ഒന്നാമത്തെ ദിവസം തന്നെ ഖുതുബയും പ്രസംഗവും കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറയും, ഉസ്താദേ ഇതുവരെ ഈ പള്ളിയിൽ ഇതുപോലെ ഒരു ഖുതുബയും പ്രസംഗവും ആരും കേട്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന ആളാണ് ആ മഹലിലെ ഏറ്റവും നമ്പർ 1 പാര. ഒരു സംശയം എഴുതിയിട്ടോ, നിങ്ങൾ എഴുതിയിട്ടോ, ഉറപ്പാണ് ആ കാര്യം. അവരുടെ പാര കാരണം പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. പിന്നെന്താ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ചെയ്താൽ 2000 രൂപയാണെങ്കിലും 4000 ആണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമാണ്. എന്നാൽ പണക്കാരുടെ ആസനം താങ്ങിയിട്ട് സിമ്പതിക്കു വേണ്ടി ചെയ്താലോ, പരിപാലകര് ചെയ്യുന്ന തെറ്റിനെ മൂടിവെക്കാൻ വേണ്ടി, പള്ളിയിലെ ജോലിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലാഹുവെ മറന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, പള്ളി പരിപാലിക്കുന്നവർക്ക് തലകുനിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പൊറുക്കൂല മോനെ. കാരണം നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്. എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും നമുക്ക് ഭക്ഷണം തരുന്നതാരാ? എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ നമുക്ക് എത്ര വലിയ രോഗം വന്നാൽ ആ രോഗം മാറ്റുന്നതാരാ? അതിന് ചികിത്സയ്ക്ക് പണം
പണം ചെലവഴിക്കുന്നതാരാ? അത് നമ്മൾ മറക്കല്ലേ. എവിടെയെങ്കിലും ഇരിക്കുമ്പോ പലിശക്കാര് വന്ന് തോളത്ത് കൈയിട്ടിട്ട് ഉസ്താദെ കത്തിച്ചോ, കാശ് ഞാൻ തരാ, നിങ്ങളും ഇണ്ടല്ലേ, നിങ്ങൾ അവരോട് പോവല്ലേ, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ചെയ്യുന്ന മഹല്ലാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, പണക്കൊതിയന്മാരുടെ സിമ്പതിക്കു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കഷണിച്ചു കൊടുക്കുന്ന കാപാലികന്മാരായി മാറിപ്പോയ പണ്ഡിതന്മാരെന്ന പേരല്ല, ഫണ്ഡിഹിതന്മാരെന്ന പേര് തരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വേദനയോടെ പറയുന്നു, ലോകത്ത് നശിച്ചു പോരവരൊക്കെ അറിവില്ലാത്തവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്രൂദ് എന്ന് പറയുന്ന സഹോദരന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഫിർഔന് അറിവില്ലാത്തത് കൊണ്ടല്ല, ശേഖന്നൂരിന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. എന്നിട്ടെന്തേ അവസാനം മതപതനത്തിന്റെ പടുങ്കുടിയിലേക്ക് വന്നു വീണു. അതുകൊണ്ട് മൂസാ നബിക്കറിയാ ഇബ്ലീസ് വാളു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കറിയാം ഇബ്ലീസ് നശിച്ചവനാണെങ്കിലും അറിവുള്ളവനാണ്, നശിച്ചു പോയവനാണെങ്കിലും അറിവുള്ളവൻ. അങ്ങനെ മൂസാ നബിയോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാൻ നബി, എന്നെ ഉപദ്രവിക്കും. മൂസാ നബിയെ പേടിയാ, കാരണം ഒരൊറ്റയടിക്ക് കിബുത്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ ആളാ മൂസാ നബി. നമ്മളെ പോലെ ചക്കളത്തടിയും കൊണ്ട് നടന്നതല്ല. ഒറ്റയടിക്ക് ഒരാൾ കീഞ്ഞു പോയി. പിന്നെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കണ്ട, അപ്പോഴേ കൊണ്ടങ്ങ് അടക്കിയാൽ മതി. ഒരേ ഒരു അടി അടിച്ചു, ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി, അത് മൂസാ നബി. അസ്രായിലിനെ പോലും അസ്രായിലിന്റെ ശരീരത്തിലേക്ക് പ്രഹരം വെച്ചു കൊടുത്ത ഒരേ ഒരു പ്രവാചകൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മാത്രമാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇബ്ലീസ് പേടിക്കാതിരിക്കും? ഇബ്ലീസ് പേടിച്ചപ്പോ ഇബ്ലീസിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 കാര്യം പറഞ്ഞു തരാം. ഞാനൊരു മനുഷ്യനെ വലയിലാക്കുന്നത് 3 സമയത്താണ്. ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് 3 സന്ദർഭങ്ങളിലാണ്. ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് 3 സമയത്താണ് നബിയേ. ആ 3 സന്ദർഭങ്ങളിൽ മനുഷ്യൻ എന്നെ സൂക്ഷിച്ചാൽ, ആ 3 സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോ കൊതിയോടെ, ആർത്തിയോടെ, ആവേശത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ആ 3 സമയങ്ങൾ എപ്പോഴാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തഴവാകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാം എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ 2ാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ ഇബ്ലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 സമയത്ത് പിശാചിന്റെ പിന്തലമുറക്കാരായി മാറാതിരിക്കാ ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ. അതിൽ 1ാമത് എപ്പോഴാന്ന് ചോദിക്കുമ്പോ മൂസാ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഒന്ന് കോപം വരുമ്പോഴാണ്, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയും നമ്മൾ. അവസാനം നമ്മൾ മെസ്സേജ് അയക്കും, അന്നേരം തോന്നിയ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ, പൊരുത്തപ്പെടണം, കാര്യമില്ല. പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുയോഗത്തിനൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ അല്ലേ സംസാരിക്കാൻ പറ്റും. പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും, എനിക്കൊരു കാര്യം പറയണ, ആള് കൊള്ളാ, ഇവിടെ തെണ്ടി തിരിഞ്ഞ് കിടന്ന് കാലണക്ക് വരയിലാണ്, അച്ഛനെ വരയിടാ, അവനെ ഒതുക്കി അവിടെ ഇരുത്തും. കാശുകാർക്ക് സംസാരിക്കാം. സാറ് പറയും, അപ്പൊ സാറ് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, സാറിന് കുറച്ച് നോട്ട് പോക്കറ്റ് ഉണ്ട്, അതാണ് സാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അങ്ങനെ സമ്പന്ന വർഗത്തിന്റെ കുപ്പകയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും? ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും? ശ്രദ്ധിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, പ്രസവിക്കപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ്. മറക്കാൻ പാടില്ല, ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം.
അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തോടെ സംസാരിക്കരുത്. അപ്പൊ വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ? പാടില്ല. വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസ്രത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ്. അതിന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം വേണം മോനെ. ആരുടെയും കയ്യടി വേണ്ടടാ, ആരുടെയും ഒത്താശ വേണ്ടടാ. ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, കളിയാക്കട്ടെ, ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ യുദില്ലുഹുമുൽ മൗലാ, അല്ലാഹു അർശിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ്, ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തം ഇതിന് നിർബന്ധമാണ്. ഈ രാത്രിയാണെങ്കിൽ ഈ രാത്രി തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയോട് പോയി പറയണം, ഉമ്മ തടവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാമിന്റെ പ്രവർത്തനം കൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ, നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ. സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ചയുണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ, ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എപ്പോഴാണ്? നാളെ ഇൻഷാ അല്ലാഹ് ചേനാവള്ളി, എന്ത് സ്ഥലം? ചേരാവള്ളി, കായംകുളത്ത് ചേരാവള്ളിയിൽ നാളെ കുടുംബ ജീവിതമാണ് വിഷയം. ഭാര്യയും ഭർത്താവും അവരുടെ കടമകളും മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും നേരം കിട്ടൂല. എന്നാലും 2 മണിക്കൂർ കൊണ്ട് ഭർത്താവിന്റെ കടമകളായ ഒരു 5 എണ്ണം, ഭാര്യയുടെ കടമ ഒരു 3-4 എണ്ണം ഇത് പറഞ്ഞ് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബ ജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നത്. ഹൈന്ദവ മതത്തിൽ നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നുസ്രത്തുൽ അനാമിൽ സുകേഷ്. ഹൈന്ദവരുണ്ടെങ്കിൽ അറിയട്ടെ, ഹൈന്ദവ മതത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കൂടിയ ഒരു ദൈവമുണ്ട്. അത് ദൈവം എന്നറിയോ? ഭയങ്കര ദേഷ്യമാണ് ദൈവത്തിൽ. ശിവനാണ്. ശിവന് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ശിവന്റെ ഭാര്യയായ പാർവതി ഒരിക്കൽ ശിവനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ കഴിയുന്നത് ഒരു ദുർവാസം തന്നെയാണ്, നിങ്ങളുടെ കൂടെ കഴിയുന്നത് ഒരു ദുർവാസം തന്നെയാണ്. അങ്ങനെ ശിവന്റെ കോപവും ക്രോധവും എല്ലാം കൂടി വേറൊരു സൃഷ്ടിയായിട്ട് പടച്ചു. ആ സൃഷ്ടിയുടെ പേരാണ് ദുർവാസാവ്. റളിയല്ലാഹു അൻഹു പറയുന്നത് സഹാബത്തിന്റെ പേരൊന്നുമല്ല, ദുർവാസാവ് എന്ന് പറയും. ഹൈന്ദവ പുരാണങ്ങൾ പരിശോധിച്ചാൽ കാണാം ദുർവാസാവും ശകുന്തളയും തമ്മിൽ ടച്ചാണ്, കമ്പനിയാണ്. പുരാണങ്ങൾ പറയുന്ന കഥയാണ്, അല്ല അവരെ കുറ്റപ്പെടുത്തിയല്ല, അവരുടെ പുരാണത്തിന്റെ കഥയാണ്. ദുർവാസാവും ശകുന്തളയും കന്യാശ്രമത്തിൽ ശകുന്തള അങ്ങനെ ഇരിക്കുമ്പോൾ ദുർവാസാവിനൊരു തീരുമാനമുണ്ട്. ദുർവാസാവ് എവിടെ ചെന്നാലും തന്നെ കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് നിയമം. കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന്. അങ്ങനെ ശകുന്തളയെ കാണാൻ വേണ്ടി ദുർവാസാവ് വന്നപ്പോൾ ശകുന്തള കന്യാശ്രമത്തിൽ തന്റെ കാമുകനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്യന്തനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ശകുന്തളയുടെ ദുർവാസാവ് വന്നിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് ശകുന്തളയുടെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് ദുർവാസാവ് പറഞ്ഞു, നീ ഇതുവരെ ആരെക്കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അയാള് നിന്നെയങ്ങു മറന്നു പോകട്ടെ. ശാപം ഏറ്റു. അന്ന് മുതൽ പിന്നെ ദുഷ്യന്തൻ ശകുന്തള ദുഷ്യന്തൻ എത്ര മിസ്കോൾ അടിച്ചിട്ടും പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല. കമ്പനി അതോടുകൂടി പൊളിഞ്ഞു എന്നാ പുരാണം പറയുന്നത്. ദുഷ്യന്തന്റെയും ഈ ശകുന്തളയുടെയും ബന്ധം ദുർവാസാവിന്റെ ശാപം കൊണ്ട് പൊളിഞ്ഞു പോയതാണത്ര. അപ്പൊ ദേഷ്യം കൂടിയവരെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഔസിനി യാ റസൂലല്ലാഹ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്താ? ലാ തഗ്ലബ്, ലാ തഗ്ലബ്, ലാ തഗ്ലബ്, നീ കോപിക്കല്ലേ, നീ കോപിക്കല്ലേ,
കേട്ടില്ലേ? 3 പ്രാവശ്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് വരുന്ന ദേശത്തെ പിടിച്ചു നിർത്തണേ. ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത്. ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദെ നല്ല അടിപൊളി മൊബൈലായിരുന്നു, റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു വാരിക്കൂട്ടി. എന്തു പറ്റി? വീട്ടിൽ ചെന്നപ്പോ ഭാര്യ എന്തോ ഒരു സാധനമായി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല. മറന്നുപോയത് കൊണ്ട് ഭാര്യയുമായിട്ട് വഴക്കായി ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എറിഞ്ഞു. മാർബിളിൽ വീണു, മൊബൈൽ തവിട് പൊടിയായി. അങ്ങനെ 16 റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദെ 2 കേൾക്കുമ്പോ 4 വരണം, മെസ്സേജ് അയക്കുമ്പോ പാട്ട് കേൾക്കണം. ഒരു ബഹളം തന്നെ. എന്ത് പറ്റി? പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ, എന്തെല്ലാം ചെയ്യും? ചീത്ത വിളിക്കും, മക്കളെ ശകാരിക്കും, മക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും, പ്രിയപ്പെട്ടവരുടെ മുടിക്കുത്തിന് പിടിച്ചു ചുവരിലേക്ക് ഇടുക്കി വെക്കും. റസൂലുള്ള പറയുന്നു, ലാ തഗ്ളബ്, നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം, ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം, കിടക്കുമ്പോഴാണ് കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി വുളു എടുക്കണമെന്നാണ്. ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം. എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി നേരം ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ സംഭവമൊക്കെ പൊട്ടിത്തെറിക്കും. പുതിയോതിനൊക്കെ ചൂടായി, ഞാനിവിടെ എന്റെ വാപ്പാരെ കവറാണ് ഇവിടെ ആദ്യം വെട്ടിയുണ്ട്, അങ്ങനെ ചാടി ഏതൊക്കെ നീ അവിടെ ഇരിയുടെ ശുക്കൂറ ഇരിയടാടാ. ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും. ഇരുത്തണം, പിടിച്ച് ഇരുത്തിയിട്ട ഇരിക്കണില്ല, കസേര കിടന്ന് ഉടനെ മോദിമാരെ പറഞ്ഞ് മോട്ടർ എടുത്തിട്ട് വെള്ളം അങ്ങനെ അപ്പോഴത്തടക്കും. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യണം? പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം അങ്ങനെ കൊടുത്തിട്ട് ഇരിക്കും, പ്ലീസ് സിറ്റ് ഡൗൺ യാ ഹസ്ബൻഡ് എന്ന് പറയണം. കസേര ഇട്ടുകൊടുത്ത് ദൂരോട്ട് നിന്ന് പറയണല്ലേ, കസേര വണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ദേഷ്യം നമുക്ക് വന്നാൽ വലിയ പാടാണ്. ഇത് പിശാച് കൊണ്ടുവരുന്നതാണ്. ഒന്നാമത്തെ സമയം അതാ, വിശദീകരിക്കാൻ നേരമില്ല. ഒന്നാമത്തെ സമയം പിശാച് ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോഴാണ്. രണ്ടാമതെപ്പോഴാണ്? കലീമുല്ലാഹി മൂസാ നബിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നു, നബിയേ രണ്ടാമതെപ്പോഴാണ് ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുമ്പോഴാണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും. എന്നിട്ട് പറയും, സംസാരിയുടെ വെറുതെ കിട്ടിയ അവസരമില്ല. അപ്പൊ എവിടാ വീട്? അങ്ങനെ തുടങ്ങും. ഇബ്ലീസ് മധ്യത്തിരുന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും. എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു. ഇന്ന് ഇബ്ലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിലാണ്. മെസ്സേജ് രാത്രിയാകുമ്പോ 16 വയസ്സായ മോള് കിടന്നുറങ്ങുന്നു, ഉമ്മച്ചിരെയും വാപ്പച്ചിയുടെ അടുത്ത് കൂക്കൂ കൂക്കൂ മെസ്സേജ് വരാ. 1 മണിയാകുമ്പോ പെണ്ണെടുത്ത് വായിച്ചു നോക്കുമ്പോ മെസ്സേജ് MUPILAN മൂപ്പിലാൻ. ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറൂ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിയുടെ മണ്ടയിലുണ്ട്, നമുക്ക് വെളുക്കുന്നവരെ സംസാരിക്കാം. മെസ്സേജ്. അപ്പൊ ഇവള് തിരിച്ചു പറയും, എടാ ചീത്താനെ വാപ്പ ഉറങ്ങിയിട്ടില്ല, പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ. കുറച്ച് കഴിയുമ്പോ വീണ്ടും കൂക്കൂ കൂക്കൂ. യവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന് വാപ്പായുമാക്കെ തലാക്കി ടെറസിന്റെ മണ്ടയിട്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോ അങ്ങ് സംസാരം തുടങ്ങിക്കോളും. അതുവരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത് വീണ്ടും കൂക്കു കേൾക്കുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ പറയും, ആരിവാ അവിടെ ആരാ ബോംബ് വെച്ചെന്നാ തോന്നണ, കുറെ നേരമായിട്ട് കൂക്കു കൂക്കൂന്ന് കേൾക്കാം. ഇത് നിങ്ങൾ വിചാരിക്കും അത്രയും ബുദ്ധിയുള്ള പെണ്ണിന് പിന്നെ മൊബൈൽ സൈലന്റ് ആയിക്കൂടെ എന്ന്. ചൈന സെറ്റല്ലേ, സൈലന്റ് ആക്കി ആവണ്ടേ? ഹൗദി കിടന്നാലും വെല്ലി കേൾക്കണ സാധനമാണ് ചൈനക്കാരിറക്കണേ. ഇനി ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ രക്ഷപ്പെട്ടു. ഇമാമിനെയും കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. വീഴ്ച എന്താടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുത്തുപോകുമ്പോ വലിയ അല്ല, ശമ്പളം കൊടുക്കാനല്ലേ പാട്. ചൈനയിൽ നിന്ന് ഇറങ്ങിക്കോളി. എന്റെ സഹോദരങ്ങളെ, അപ്പോ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കെവിടെയെങ്കിലും ഇരുന്നാൽ മൂന്നാമനായി പിശാച് വരുന്നതാണ്. അഫറൈതൽ ഹമുവ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഹമുവിനെ കുറിച്ച് എന്തു പറയുന്നു നബിയേ? ഹമുവെന്ന് പറഞ്ഞാൽ ആരെന്ന് എന്റെ സഹോദരിമാർക്കറിയോ? ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്. എന്തു പറയുന്നു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരും അന്യരാണ്. അൽ ഹമു അൽ മൗതു, ഹമുവെന്ന് പറയുന്ന ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമായി നീ ഇടപെടുന്നത് അത് മരണത്തിന് തുല്യമാണ്. ചില സഹോദരിമാര് പറയുമല്ലോ,
എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ, മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനിയന്റെ പൾസർ ഉണ്ടല്ലോ, ശ്രമിക്കണ്ട, എവിടെ പോകാനും അനിയൻ പൾസറും കൊണ്ടുവരുമല്ലോ. എന്റെ അനുജനും ഭാര്യയും കൂടി വീഗാലാൻഡിൽ പോയപ്പോ എന്നെയും കൊണ്ടുപോയല്ലോ. അനുജൻ എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ്. എന്റെ അനുജനില്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര്, ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ, അത് സൂക്ഷിക്കണേ. അന്യരെ സൂക്ഷിച്ചേ പറ്റൂ. അത് മാമാടെ മോനാണ്, മാമിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഇബ്ലീസ് നിങ്ങൾക്ക് ബന്ധം ചേർത്ത് തരും. പക്ഷേ ഹറാമ് ഹറാമ് തന്നെ, അറിയാതെ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുന്ന സമയമുണ്ടല്ലോ. 14 വയസ്സുകാരിയായ മോള് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കറങ്ങാൻ പോകുന്ന ഉമ്മ, 17കാരിയുടെ കൂടെ 22കാരനെ ട്യൂഷൻ എന്ന പേരിൽ റൂമിന്റെ അകത്തടച്ചിടുന്ന ഉപ്പ, കേരള കലോത്സവത്തിന്റെ പേരിൽ, യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജ് എടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഉമ്മ, ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി 17കാരിക്ക് 18കാരിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോളെ മൊബൈലിലേക്ക് വിളിക്കുമ്പോ 24 മണിക്കൂറും ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മ മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന ഭർത്താവിന്റെ നോട്ടുകെട്ട് വാങ്ങി മോളെ കുരുതി കൊടുക്കുന്നതുമ്മ? ശ്രദ്ധിക്കണേ. അന്യ സ്ത്രീയും അന്യ പുരുഷനും എവിടെ ഒറ്റയ്ക്കാകുമോ അവിടെ ഞാനുണ്ട് നബിയേ, അവരെ നശിപ്പിക്കാൻ ഞാനുണ്ട് നബിയേ. ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ, മൂന്നാമത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി തങ്ങളോട് പറയുന്നു, മൂസാ നബിയേ, മൂന്നാമത് എന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോ പെട്ടെന്ന് ഇബ്ലീസ് വന്നിട്ട് പറയും, അത്രയും കൊടുക്കണോ? 2 ദിവസം താമസിച്ചാൽ അതിന്റെ നേർ പകുതിയാകും, 3 ദിവസം താമസിച്ചാൽ 1/4 ഭാഗമാകും, 4ന്റെ അന്ന് 50 രൂപ കൊണ്ട് കൊടുത്ത് പോട്ടെ ആകാശരാമനിക്ക. ഇന്നലെ ഇവിടെ നിന്ന് പോയ ഒരു സഹോദരൻ ഉദാഹരണത്തിന് ചിന്തിച്ചോ, 5000 രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടി. ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 5000 കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു, പിന്നെ വല്ലതും കൊടുക്കണ്ടേ, പാവം, നല്ല പരിപാടിയാണ്, അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ നിക്കാഹിപ്പിക്കാനല്ലേ, നമുക്കും ഇല്ലേ 3 മക്കള്. ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറയാം, 5000 രൂപ കൊടുക്കണം. 5000 രൂപയെ ഞാൻ വല്ല 500 രൂപയാണ് കൊടുത്താവുന്നോ? എന്റെ റബ്ബേ, ഇയാളെ ആള് കൊള്ളാലോ, 5000 രൂപയെ പടച്ചവനെ. ഇന്ന് രാവിലെ ഇവിടെ ഒരാള് വന്നതേ ഉള്ളൂ, കറണ്ടിലെ അടുപ്പും കൊണ്ട്. ഞാൻ പൈസ ഇല്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ. കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ് താത്ത, സ്വിച്ച് ഇട്ടാ മതി, ചായ റെഡി. താത്ത പറയും, എന്ന് നോക്കട്ടെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് താത്ത പറയും, പൈസ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ. അതുകൊണ്ട് 5000 ഒന്നും കൊടുക്കണ്ട, ബാക്കി തഴവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര്. അതുകൊണ്ട് 5000 വേണ്ട, 2500 രൂപ കൊടുക്കണം. അങ്ങനെ തീരുമാനിക്കുന്നു. 2500 ആയി. രാവിലെ ആകുമ്പോ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു, അവിടെ ഒരു 500 കൊടുക്കണ്ടേ, അപ്പൊ 2000 അവിടെ പള്ളി കൊടുത്തിട്ട് അവിടെ 500 കൊടുക്കാം. അപ്പൊ 5000 പിന്നെ 2000 ആയി. അങ്ങനെ പാല് അച്ഛനും അച്ചാരം പിന്നെ കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുആ ലിസ്റ്റിൽ പറയാൻ മടി. കാരണം എന്താ, 25 രൂപയേ ഉള്ളൂ, ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാം. 5000 രൂപ ഒറ്റ ദിവസം കൊണ്ട് 25 ഉലുവയായി. ആലോചിച്ച് നോക്കി. ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നുവോ പിശാചവിടെ കടന്നു വരുമെന്നാണ്. എന്നിട്ട് ആ പിശാച പൈസയെ കുറച്ചു കൊണ്ടുവരും. കാരണം എന്തെന്നറിയോ, സ്വതക്ക എന്ന് പറയുന്നത് നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ്. അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാചിനിഷ്ടം. ഈ 3 സമയങ്ങളാണ് പിശാച് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴികൾ. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ട് പിശാചിന്റെ കാലടികളെ പിൻപറ്റല്ലേ.
അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് നരകത്തിന്റെ 4ാമത്തെ കവാടമാകുന്ന സഈറാണ്. നരകത്തിന്റെ 4ാമത്തെ കവാടമാകുന്ന സഈറിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഖുർആനാണ് പറയുന്നത്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ വസയസ്ലൗന സഈറാ. നരകത്തിന്റെ 4ാമത്തെ കവാടമാര സഈറില്ലേ, ആ സഈറിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമാരാണ്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ, അക്രമപരമായി അനാഥ മക്കളുടെ സ്വത്ത് കഴിക്കുന്നവരാണ്. യതീമീങ്ങൾക്ക് അർഹതപ്പെട്ട, യതീമീങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കഴിക്കുന്നവരാണ്. യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ, അവരുടെ വയറ്റിലേക്ക് അവര് കഴിക്കുന്നത് നരകത്തിന്റെ തീയാണ്. വസയസ്ലൗന സഈറാ, അവരെ സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ 4ാമത്തെ കവാടത്തിൽ കടത്തുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. യതീം ഖാന നടത്തുന്നവര്, യതീം മക്കളുടെ പേര് പറഞ്ഞ് വയറ് വളർത്തുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയി പണം പിരിക്കുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് വസ്തു വാങ്ങുന്നവര്, യതീംഖാന നടത്തിയിട്ട് മോളെ കെട്ടിച്ചവര്, യതീംഖാന നടത്തിയിട്ട് വലിയ വാഹനമെടുത്തവര്, അതിന്റെ 1 രൂപയെങ്കിലും യതീമക്കൾക്ക് അർഹതപ്പെട്ട പൈസയാണെങ്കിൽ മോനെ, നീ ആലിമാകട്ടെ, നീ ജാഹിലാകട്ടെ, നീ കൊടികെട്ടിയ പണ്ഡിതനാകട്ടെ, യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ, വജത്തിലേക്ക് കഴിക്കുന്നത് നരകത്തിന്റെ തീയാണ്. വസയസ്ലൗന സഈറാ, അവർക്ക് സഈർ എന്ന നരകത്തിന്റെ 4ാമത്തെ കവാടമാണ്. പക്ഷേ ഇഖ്ലാസോടെ യതീംഖാന നടത്തുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. 1 രൂപ പോലും ഹറാമായ രീതിയിലൂടെ അനാഥ മക്കൾക്ക് അർഹതപ്പെട്ട പണം അടിച്ചു മാറ്റാറ്, കൈയിട്ട് വാരാറ്, 1 രൂപ പോലും പാഴാക്കാറ്, തൊട്ടാൽ പൊള്ളുന്ന പണം പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്ക് വല്ലാത്ത കൂലിയാണ്. പൊതുമുതൽ എന്നും അങ്ങനെ തന്നെയാണ്. യതീമക്കളുടെ സ്വത്തൊന്നു മാത്രമല്ല, അള്ളാന്റെ പള്ളിയുടെ സ്വത്തുണ്ടല്ലോ, കാണിക്ക വഞ്ചി പൊട്ടിച്ചുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഇരുന്ന് വളഞ്ഞിരുന്ന് എണ്ണുകയാണ്. അതിൽ നിന്ന് 1 രൂപയുടെ നാണയത്തൊട്ടറിയാതെ എണ്ണം തെറ്റിപ്പോയി, നീ എടുത്തിട്ടില്ല, എണ്ണം തെറ്റിയത് മാത്രമാണ് ചെയ്തത് എന്നതുപോലും ഹറാമാണ് മോനെ. ഇന്ന് സംഘടനകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് അറബി കോളേജിന്റെ അനാഥ മന്ദിരങ്ങളുടെ അവസ്ഥ എന്താണ്? ഇഖ്ലാസുള്ള പടച്ചോനെ പേടിയുള്ളവരെല്ലാം നടത്തുന്നതെങ്കിൽ വല്ലാത്ത അപകടം തന്നെ. നിന്റെ നരകത്തിന് പിന്നെ വേറെങ്ങും പോണ്ട. പള്ളിയുടെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് ജമാഅത്തിന്റെ വകയുള്ള പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് രജിസ്റ്റർ ബുക്ക് വരയിട്ട് കൊണ്ടിരിക്കുമ്പോ നിന്റെ 9 വയസ്സുള്ള മോള് ഓടി വരുന്ന, ഉപ്പാ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ടുവരുമ്പോ പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്ന് പൊതുമുതൽ ഉപയോഗിച്ച് വാങ്ങിയ പള്ളിയുടെ പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് 9 വയസ്സുകാരിയാറ് പൊന്നുമോളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് നീ 1 വര ഇങ്ങനെ ഒപ്പായിട്ടിട്ട് കൊടുത്താ നിനക്ക് നരകം നിർബന്ധമാണ്. ഇത് കളിയല്ല മോനെ, ഇത് തമാശയല്ല. പള്ളിയുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന കാപാലികന്മാരുടെ കൈകളിലല്ലേ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക പള്ളികളും സ്ഥിതി ചെയ്യുന്നത്. ഇമാമിങ്ങൾക്ക് വല്ലതും മിണ്ടാൻ പറ്റോ? മിണ്ടിയാലും തല പോയില്ലേ. കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ പെൺവാണിഭത്തിന്റെ നോട്ടീസ് അടിച്ചിറക്കി ഏത് പള്ളിയിൽ പാവപ്പെട്ട ഉസ്താദ് പോയിരുന്നാലും പാരയും ഫിത്തനയുമായിട്ട് ആളെ വിട്ടുകൊണ്ട് ലോകത്തൊരുപാട് പ്രശ്നമുണ്ടാക്കുന്ന പണപ്പൊതിയന്മാരെ, ഒരു ഉസ്താദിന് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉസ്താദിന് നല്ലതുപോലെ നെഞ്ചു വിരിച്ചിരുന്നുകൊണ്ട് പലിശക്കെതിരെ പ്രസംഗിക്കാൻ പറ്റോ? അങ്ങനെ പ്രസംഗിച്ചാൽ
പലിശ ഹറാമാണ്, അവര് നരകത്തിന്റെ തീയാണെന്ന് പ്രസംഗിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരാൾ എഴുന്നേറ്റ് പറയും, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോവരുത്. എന്താ? പിരിച്ചുവിടാൻ ഖത്തം പോകയാ, മതി. ഉസ്താദേ നല്ല സ്വരം രാഗം ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ശരിയാവില്ല പറഞ്ഞു. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാലോ പല പ്രാവശ്യവും തലയിൽ മുണ്ടിട്ട് ഓടിപ്പോയി ചെറുപ്പക്കാർ പിടിച്ച് കൂമ്പുളക്ക് ഇടി കൊടുത്ത ആളായിരിക്കും അവിടുത്തെ കമ്മിറ്റിയുടെ മെയിൻ ആള്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവര് വിചാരിക്കും ഇത് ഇവര് പണി കൊടുത്ത് പറയിപ്പിക്കുന്നതാ, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോകരുത്. അപ്പോഴും പണി വിചാരിക്കന്നെ കിട്ടും. എത്ര സ്ഥലത്ത് ഇതൊന്നും പറയാതിരിക്കാൻ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന 3000 രൂപ ശമ്പളം വാങ്ങുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അല്ലാന്റെ കോടതിയുണ്ട് മോനെ, ഷാറുവാക്കവിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവരമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് വിവരമുള്ളവർ തെറ്റ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്നത്. പ്രവാചകന്മാരില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് തെറ്റ് ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. തലവ ഉസ്താദിന്റെ മഖാമിന് മുന്നിൽ നിന്ന് യാസീനോദി ഞാനും എന്റെ സുഹൃത്തുക്കളും ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരിക്കലും ഇല്ലാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് കൊണ്ടുവരുതെന്നാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, നിങ്ങൾ ആരെയും അടച്ചേഷിപ്പിക്കാനല്ല, നിങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. അള്ളാന്റെ കോടതി മറക്കല്ലേ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോ പലിശക്കാരന്റെ തലോടൽ കാണൂല്ല, വ്യഭിചാരിയുടെ സന്തോഷം കാണൂല്ല, അതേ രാഷ്ട്രീയ മേലാളന്മാരുടെ താങ്ങലും തടവലും കാണൂല. ഒറ്റയ്ക്കാണ് മോനെ, ഒറ്റയ്ക്കാണ് മോനെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അനാഥ മക്കളെ തൊട്ടുള്ള കളി വേണ്ട. യതീമക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കണേ. ഒരു അനാഥ പെൺകുട്ടിയുടെ കല്യാണം എന്നറിഞ്ഞാൽ, വാപ്പയില്ലാതെ വളർന്ന പൊന്നുമോൾ എനിക്കാണെന്നറിഞ്ഞാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണേ. അതിനല്ലാന്റെ മുന്നിൽ വല്ലാത്ത കൂലിയാണ്, അതൊരിക്കലും പാഴായി പോവില്ല. കഴിവിന്റെ പരമാവധി അനാഥ മക്കളെ സ്നേഹിക്കാൻ പറ്റോ, സന്തോഷിപ്പിക്കാൻ പറ്റോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അവിടെ വിവാഹത്തിന് സഹായിക്കാൻ പറ്റോ, അത് വല്ലാത്ത സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ വാപ്പയില്ലാത്ത മക്കള് ഇപ്പൊ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടാവും. ശരിയാണ് ഉസ്താദേ, വാപ്പ മരിക്കുമ്പോഴാണ് വാപ്പാടെ വിലയെറിയുന്നത്. ഏറ്റവും വലിയ തീവാഹി ദുനിയാവിൽ ജീവിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന് പറയുന്ന മദീനത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇവിടെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റസൂലുള്ള ചെയ്യുന്ന ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്തിൽ ഒന്നെന്താ, അനവകാഫിറുൽ യതീമി ഹകദാ ഫിൽ ജന്ന. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഈ 2 വിരല് പോലെ ചേർന്നിരിക്കും സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അനാഥ മക്കൾ അത്രത്തോളം പൊട്ടിക്കരയുന്നത് കൊണ്ടാണ്, അനാഥ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വേദനിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കയറുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്ന കലണ്ടർ കൊണ്ടുവരുന്ന, രസീതും കൊണ്ടുവരുന്ന യതീമക്കളെ ആക്ഷേപിക്കല്ലേ. കൊടുക്കാനൊന്നുമില്ലെങ്കിലും പറഞ്ഞു വിട്ടോ, അല്ലാതെ അവരെ കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു വിടല്ലേ. ഒരനാഥ കുഞ്ഞ് നമ്മൾ കാരണമായി കരഞ്ഞ് ആ കണ്ണുനീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണ രക്ഷയില്ല മുസ്ലിമേ. അനാഥരാകുമ്പോഴാണ് അതിന്റെ സങ്കടം നിങ്ങൾക്കറിയുന്നത്. നിങ്ങളെ സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളില്ലാതെ ജീവിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 4 വയസ്സുകാർ, നിന്റെ മടിത്തട്ടിലിരിക്കുന്ന
3 വയസ്സുകാര്, നിന്റെ സഹാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത 10 വയസ്സുകാര്, നീ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പെരുന്നാളിന്റെ ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കാൻ ആരാ ഉള്ളത്? പെരുന്നാളിന്റെ ഒരു നേരത്തെ ബിരിയാണി കൊടുക്കാൻ ആരാ ഉള്ളത്? എന്റെ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗം അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു പിതാവാണ്, 3 മക്കളുടെ ഉപ്പയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സരസിലും പവല് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത എപ്പോഴും വരാറുണ്ട്. അത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. പാതിരാ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം കണ്ട് മൃഗങ്ങളെ പോലെ മലർന്നു കിടന്നിറങ്ങിയാ പോര മോനെ. കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും സമയം ചെലവഴിച്ചാ പോര മോനെ. ചൂട് മാറുന്നതിന് മുമ്പ് റിലീസാകുന്ന പടം കാണാൻ പോയി ആ തിയേറ്ററിന്റെ മുമ്പ് പോയി മുദ്രാവാക്യം മുഴക്കുന്നത് ആണത്വമാണെന്ന് കരുതുന്ന മടയന്മാരെ ആലോചിക്കുപോലെ എത്രയോ പേരെ അള്ളാഹു കിടപ്പിക്കളന്നില്ലേ? എത്രയോ പേരെ പച്ചമണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു മണ്ണിട്ട് മൂടിയില്ലേ? എന്നിട്ട് തഴവയുടെ കുറ്റിപ്പുറത്ത് ഈ വാല് കേൾക്കാൻ വരാ ഇത്രത്തോളം യുവാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് തന്നില്ലേ? 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവൂല മോനെ. അതുകൊണ്ട് എന്നും ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവട്ടെ. തീർന്നില്ല എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കള് നമ്മളില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ, ഉപ്പാന്ന് വിളിക്കുമ്പോ ഉമ്മാന്ന് വിളിക്കുമ്പോ രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുന്നു. വാപ്പച്ച് കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാൻ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങളൊരു പക്ഷേ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ അനാഥ മക്കളെ സഹായിക്കാ ഒരു കനിവ് വന്നാൽ, ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറം ശരീഫിൽ ഹജ്ജിന് പോയി. പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലയോ അബ്ദുല്ലാഹ്, നിങ്ങൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത ഹജ്ജ് എന്നല്ല, നിങ്ങളുടെ കൂടെ ചെയ്ത ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 3 പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത്. ചാടി എഴുന്നേറ്റു, വീണ്ടും കിടന്നുറങ്ങി. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അബ്ദുല്ലാഹ്. ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡമസ്കസിലെ ചെരുപ്പ് കുത്തിയാര മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു. അയാൾ ഹജ്ജിന് വന്നില്ല. എങ്കിലും അല്ലാഹു അയാളെ ഹാജിയായി പരിഗണിച്ചു. എന്നിട്ട് അയാളുടെ ബറക്കത്ത് കൊണ്ട് ഇപ്രാവശ്യം സ്വീകരിക്കാത്ത എല്ലാ ഹജ്ജുകളും അല്ലാഹു സ്വീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. തന്റെ വാഹനപ്പുറത്തേക്ക് കയറുകയാ. ഒരു കമ്പിളി കൊണ്ട് ശരീരം മൂടുകയാണ്. തണുപ്പുള്ള രാത്രിയാണ്. തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഡമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്കപ്പുറമുള്ള രാജ്യം ലക്ഷ്യമാക്കിയിട്ട് പാതിരാ സമയത്ത് യാത്ര ചെയ്തു പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഡമസ്കസിൽ ചെന്നു. ഐന മുവഫഖ്, ഐന മുവഫഖ്, ഐന മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ എന്ന് ആ ഡമസ്കസിന്റെ പരിസരങ്ങളിൽ മുഴുവനും എന്ന് വിളിച്ചു ചോദിച്ചു. അവസാനം ഒരാൾ പറഞ്ഞു,
അബ്ദുല്ലാ, ഈ ഡമസ്കസിൽ ഒരു മുവഫക്കിനെ ഞങ്ങൾക്കറിയുള്ളൂ, ആ മുവഫക്കിനെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ കാരണം? അവര് പറയുന്നു, അബ്ദുല്ലാ, ആ മുവഫക്ക് ഒരു ചെരുപ്പ് കുത്തിയാണ് അബ്ദുല്ലാ. ഡമസ്കസിന്റെ കമ്പോളത്തിന്റെ മൂലക്കിരുന്നു കൊണ്ട്, ചെറിയ ഒരു ഓലപ്പുരക്കകത്തിരുന്നു കൊണ്ട് സമ്പന്ന വർഗത്തിന്റെ വില കൂടിയ ചെരുപ്പ് പൊട്ടിപ്പോകുമ്പോ ആ ചെരുപ്പ് തന്റെ കൈകൊണ്ട് തച്ചു കൊടുക്കുന്ന, തുന്നിക്കൊടുക്കുന്ന ജോലിയാണ് അബ്ദുല്ലാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്കാ മുവഫക്കിനെ മതി, എനിക്കാ മുവഫക്കിനെ കണ്ടാ മതി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ മുവഫക്കിനെ കാണാൻ വേണ്ടി ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ സലാം മടക്കിയിട്ട് മുവഫക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. മുഷിഞ്ഞ വസ്ത്രമാണ് മുവഫക്ക് ധരിച്ചിരുന്നത്. ചെരുപ്പ് കുത്തിയാറി മുവഫക്ക് ജോലി ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ കണ്ടപ്പോ മുവഫക്ക് ചോദിച്ചു, എന്തേ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, എന്താ വന്നത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുവഫക്കേ, നിനക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നോ? മക്കയും മദീനയും കാണാൻ നിനക്ക് കൊതിയുണ്ടായിരുന്നോ? ആ സമയത്ത് മുവഫക്ക് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അബ്ദുല്ലാ, എന്ന മക്കയുടെയും മദീനയുടെയും കാര്യം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ മുവഫക്ക് പറയുന്നു, അബ്ദുല്ലാ, ഒരു ദിവസം ഞാൻ ചെരുപ്പ് കുത്തുമ്പോ കിട്ടുന്ന നാണയത്തൊട്ടുണ്ടല്ലോ, ആ നാണയത്തൊട്ടെന്റെ വീടിന്റെ ചിലവിന് പോലും തികയാറില്ല. പിന്നെ എങ്ങനാണ് എന്റെ ഹബീബിന്റെ റൗള കാണാൻ ഞാൻ പോകുന്നത്? എന്റെ ഈ തഴവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് രൂപ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവരെ, വീഗാലാൻഡും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും എല്ലാം കറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ മദീന കാണണ്ടേ, മസ്ജിദുൻ നബവിയിൽ പോകണ്ടേ, പൊന്നാര നബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണ്ടേ മുസ്ലിമേ? ഇതാ ചെരുപ്പ് കുത്തിയാറ പാവപ്പെട്ടവനാട്. മുവഫക്ക് പറയുന്നു, അബ്ദുല്ലാ, എനിക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഓരോരുത്തരും വന്ന് മദീനത്ത് പോകുന്ന കാര്യം പറയുമ്പോ എനിക്ക് കരച്ചിലാണ്. അവരോടൊക്കെ ദുആ ചെയ്യാ പറഞ്ഞു വിടലാണ് എന്റെ പതിവ്. പക്ഷേ അബ്ദുല്ലാ, അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന നാണയത്തൊട്ട് ഒരു ചെറിയ ടിന്നിനകത്ത് ഞാൻ ഇട്ട് ശേഖരിച്ചു വെച്ചു. അബ്ദുല്ലാ, ആ ടിന്നിന്റെ പുറത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എഴുതി വെച്ചു. അബ്ദുല്ലാ, പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് മോളെ കെട്ടിക്കാൻ പരിശ്രമിക്കുന്നവർ ആലോചിക്കണേ, പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നവർ ചിന്തിക്കണേ. അതുപോലെ ഒരു ആഗ്രഹമാണ് പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ റൗള കാണാ. മുവഫക്ക് എന്ന് പറയുന്ന ഈ സാധുവാര സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാ, അങ്ങനെ ഒരു ദിവസം 3 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാനും മദീനത്ത് പോകാനും ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ പൈസയല്ല തികഞ്ഞു എന്ന് ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു. അബ്ദുല്ലാ, എന്നിട്ട് അതിന്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി. അബ്ദുല്ലാ, എനിക്ക് സന്തോഷമായി, എന്റെ ഹബീബിനെ കാണാ, എന്റെ മക്കത്ത് പോകാ പണമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് എന്നോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞതിക്കാ, എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട്. ഞാൻ
ഗർഭവതിയാണല്ലോ. ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ? തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടുതരാ. നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ മുവഫക്കിന്റെ ഭാര്യക്ക് അത് ചോദിക്കാൻ പറ്റോ? ഭർത്താവിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, സ്വത്തില്ലല്ലോ. മുവഫക്കിനോട് വന്നു പറയാണ് കരഞ്ഞുകൊണ്ട്. മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, എനിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട്. ആലോചിക്കണേ എന്റെ തഴവ കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ, 2 മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, പേരയ്ക്ക വേണോ, നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടുതരൂലേ? മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, ഇറച്ചിയുടെ ഒരൽപ്പം ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ എന്റെ കയ്യില് കാശില്ലല്ലോ, ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. ഇതെന്റെ റസൂലുള്ളാഹി കാണാനാണ്, ഇതെനിക്ക് മക്കത്ത് പോകാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോ മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ കാശെടുക്കണ്ട, അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല. മറിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ അപ്പുറത്തെ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ, അതിന്റെ രുചി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചു പോയതാണ്. അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല. അവിടെ നിന്ന് ഇറച്ചിച്ചാറിന്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ, നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഇത്തയോട്, എന്റെ ഭാര്യ ഗർഭവതിയാണ്, ആ ഗർഭവതിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് തരണമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മുവഫക്ക് ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ, മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ മുവഫഖ പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയൽ വീട്ടിലെ സഹോദരി പറയുന്നു, മുവഫഖേ ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല. മുവഫഖ് ചോദിച്ചു, എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു? ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത്. ആ സമയത്താണ് മുവഫഖിനോട് ആ പെണ്ണ് പറയുന്നത്, മുവഫഖേ എന്റെ ഭർത്താവ് മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ. എന്റെ ഭർത്താവ് മരിക്കുമ്പോ 2 മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത്. വാപ്പയില്ലാതെ ആ മക്കള് കരയാത്ത ദിവസമില്ല, വാപ്പയില്ലാതെ ആ മക്കള് സങ്കടപ്പെടാത്ത ദിവസമില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു. വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോയ സ്വത്ത് മുഴുവനും തീർന്നു പോയി. ഇന്നവര് പട്ടിണിയാണ്. മുവഫഖേ ഞാൻ എവിടെ വന്ന് കൈനീട്ടാനാണ്? എന്റെ അടുത്ത് താമസിക്കുന്ന മുവഫഖേ, നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് മുവഫഖേ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത്. പിന്നെ എവിടെ നിന്നാണ് പെങ്ങളെ നിനക്ക് ഇറച്ചി എന്ന് ചോദിച്ചപ്പോ ആ